ബൈത്തുൽ മുഖദ്ദസ് അതൊന്ന് ഈ സമുദായത്തിന് തിരിച്ചു കിട്ടണം. ബൈത്തുൽ മുഖദ്ദസിലേക്കൊന്ന് പോകണം. അമ്പിയാക്കളുടെ മഖബറകളെ നോക്കി ഒന്ന് സലാം ചൊല്ലണം. അസ്സലാമു അലൈക യാ അംബിയാ അല്ലാഹ്. മൂസാ നബിക്ക് അവിടെയാണ് വിശ്രമം. പിന്നെ എത്ര അമ്പിയാക്കൾക്ക് അവിടെയാണ് വിശ്രമം. ആ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചെടുക്കാൻ ഒരു സലാഹുദ്ദീൻ അയ്യൂബിയുടെ തിരിച്ചുവരവിന് വേണ്ടി ലോകം മോഹിക്കുകയാണ്. സ്വർണ്ണ പണത്തിന്റെ ഹുങ്കിൽ ജീവിക്കുന്ന അറബ് ശൈഖന്മാരെ കൊണ്ട്, സുൽത്താന്മാരെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒന്നാമത്തെ ഖിബ്ല തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇന്നത്തെ സുൽത്താന്മാരെ കൊണ്ട് സാധ്യമല്ല, ശൈഖുമാരെ കൊണ്ട് സാധ്യമല്ല. അമേരിക്കക്ക് പച്ച പരവതാനി വിരിച്ചു കൊടുത്ത, അമേരിക്കയുടെ ചെരുപ്പ് ചുമക്കുന്ന അറബ് ലോകത്തെ വിഡ്ഢികളെ കൊണ്ടോ അവരുടെ സേവകന്മാരെ കൊണ്ടോ സാധ്യമല്ല. അതിന് ആൺകുട്ടികൾ ജന്മമെടുക്കണം. സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള പുരുഷന്മാർ ലോകത്തുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ പിറന്ന പുരുഷന്മാർ അവര് ചെന്നുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കണം. ചെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമ്പിയാക്കൾ വിശ്രമിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിനെ ഡൈനാമിറ്റ് വെച്ച് തകർക്കുന്ന യഹൂദ രാഷ്ട്രത്തിന്റെ ധിക്കാരത്തിൽ നിന്ന് ഒന്നാം ഖിബലയെ മോചിപ്പിച്ചെടുക്കണം. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ മനുഷ്യ മഹാസമുദ്രത്തെ നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫക്കീറായ നിങ്ങളുടെ ഈ സഹോദരൻ ദുആ ചെയ്യുന്നു, റബ്ബേ ഞങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടിയിട്ട് ആ വിവരമെങ്കിലും രണ്ട് കാതുകൾ കൊണ്ട് കേട്ടിട്ട് കണ്ണടക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ.